ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈ നോ മേക്കപ്പ് ലുക്ക് ഇഷ്ടമാണല്ലേ? ഒരു മിനിമലായിട്ട് മേക്കപ്പ് ഇട്ടെന്ന് തോന്നരുത്, എന്നാൽ മേക്കപ്പ് ഇട്ട് സുന്ദരിയാവും വേണം അല്ല, അങ്ങനത്തെ ഒരു മേക്കപ്പ് ലുക്കായിട്ടാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. ഫേസെല്ലാം വാഷ് ചെയ്തതിന് ശേഷം ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ സൺസ്ക്രീൻ പുറത്ത് പോകാത്തതുകൊണ്ടാണ് ഇടാത്തത്. നിങ്ങൾ എന്തായാലും ആ സ്റ്റെപ്പ് മറക്കരുത്. സൺസ്ക്രീനും ലിപ് ബാമെല്ലാം അപ്ലൈ ചെയ്തതിന് ശേഷം ഞാനിവിടെ എടുത്തിട്ടുള്ളത് കൺസീലറാണ് കേട്ടോ. കൺസീലർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, കയ്യിൽ ആദ്യം എടുത്തിട്ട് കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അണ്ടർ ഐസിലും ഹൈ എൻഡായിട്ടുള്ള ഭാഗങ്ങളിലൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. കൈ വെച്ച് തന്നെ ഡാബ് ചെയ്ത് കൊടുക്കുക കൺസീലർ ഇടുമ്പോൾ. കാരണം സ്പഞ്ചും ബ്രഷൊക്കെ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ കവറേജ് കിട്ടില്ല, പകുതി അതിലേക്ക് അങ്ങോട്ട് പോവും. പിന്നെ ഞാനിവിടെ എൻ്റെ പിമ്പിൾ മാർക്സിലൊന്നും അപ്ലൈ ചെയ്യുന്നില്ല കേട്ടോ. ഒരു നാച്ചുറൽ മേക്കപ്പിന് വേണ്ടിയിട്ട് ജസ്റ്റ് അണ്ടർ ഐസിൽ ഇടുമ്പോൾ തന്നെ ഒരു ഗ്ലോ നമുക്ക് ഫേസിൽ വരും. അതുപോലെ തന്നെ നമ്മൾ ഐ മേക്കപ്പ് കാര്യമായിട്ടൊന്നും ചെയ്യണില്ല. ഐലാഷ് ഒന്ന് കേൾ ചെയ്തിട്ടൊന്ന് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐബ്രോസ് എനിക്ക് ഓൾറെഡി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ജസ്റ്റ് ഈ മസ്കാരൻ്റെ എക്സസ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഒന്ന് തുടച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇത് വെച്ച് ഒന്ന് ആക്കി കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മളത് ഇവിടെ നോ മേക്കപ്പ് ലുക്കിന് എപ്പോഴും ഒരു ന്യൂഡ് അല്ലെങ്കിൽ അധികം തോന്നാത്തൊരു ലിപ്സ്റ്റിക് ആയിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക അല്ലേ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ഷോർട്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഒരു അടിപൊളി ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബ്ലഷും അതുപോലെ തന്നെ ജസ്റ്റ് ഐ ഷാഡോയും കണ്ണിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് നമ്മുടെ ലാക്മേയുടെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ലാക്മേ ഫോർ മാറ്റ് ലിപ്സ്റ്റിക്കാണിത്. അപ്പോൾ ഇത് നമ്മുടെ മേക്കപ്പ് ലുക്ക് ഏകദേശം ഇവിടെ കംപ്ലീറ്റ് ആവാൻ പോവാണ്. പിന്നെ ഉള്ളത് കോമ്പാക്ട് സെറ്റിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ കോമ്പാക്ട് സെറ്റ് ചെയ്താൽ മതി. കാരണം നമ്മൾ കുറച്ച് കൺസീലറല്ലേ എടുത്തിട്ടുള്ളൂ, കുറച്ച് എമൗണ്ട്. അതുകൊണ്ട് അങ്ങനെ ക്രീസായി പോവുക അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് അണ്ടർ ഐസിലും അതുപോലെ തന്നെ ചീക്കിൻ്റെ താഴെ ഹൈലൈറ്റ് ഇല്ലാത്ത ഭാഗത്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണല്ലോ. ഞാൻ അങ്ങനെ ഒരു കോമ്പാക്ട് പേഴ്സൺ അല്ല, കാരണം എനിക്ക് കുറച്ച് ഗ്ലോയിഷ് ആയിട്ടിരിക്കാനാണ് താല്പര്യം. അപ്പോൾ നിങ്ങളുടെ സജഷൻസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയുടെ വീണ്ടും കാണാം.